ദാസന ജയിലാണ് യോഗി ഭരിക്കുന്നത്. അവിടെയാണെങ്കിൽ ഇതിനേക്കാളും കഷ്ടമാണ്. ഏതാണ്ട് പകുതി സംഖ്യയായിട്ട് മാറിയെന്നാണ് ഒരു ജയിൽ ഓഫീസർ പറഞ്ഞത്. എവിടെ? ഈ ദാസന ജയിൽ ഗാസിയാബാദിൽ. ആ രീതി പകുതി കാവ്യമൊക്കെ കൊടുത്തൊരു സന്യാസി രീതിയിലൊക്കെയായി ജീവിതം. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ പറ്റി അറിയത്തില്ല. അത് പൊട്ടന്മാരായിരുന്നു. മദ്രസയെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് വിചാരിച്ചു. ഇതിനകത്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത് PFIക്കാരുണ്ട്. അവൻ്റെയൊക്കെ സ്ഥിതി ഏതാണ്ട് തലയ്ക്ക് ബോധമില്ലാത്ത രീതിയിലായി മാറി. കാരണം ഈ ക്ലാസ്സുകളും കോഴ്സും അതും ഇതും എല്ലാം കൂടെ വന്ന് ലൈഫ് തന്നെ വേണ്ടാന്നുള്ള രീതിയിലായി മാറി. പല ആൾക്കാരും അവരെ ട്രെയിൻ കൗൺസിലേഴ്സിനോട് പറയുന്ന അവരുടെ ലൈഫ് കംപ്ലീറ്റ് ഷാറ്ററായി. കാരണം നാട്ടിൽ കംപ്ലീറ്റ് അവരുടെ വീടും സ്വത്തും അതും ഇതും അവിടെ ഒന്നും അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി. കാരണം ഇവരുടെ ബന്ധുക്കളൊക്കെ ഇടയ്ക്ക് കാണാൻ പോകുമല്ലോ. നാട്ടിൽ നടക്കുന്ന സ്ഥിതിയും ഈ സംഭവങ്ങളെല്ലാം കോടതി പറഞ്ഞിട്ട് അത് ഫ്രീസ് ചെയ്തേക്കുക. വീണ്ടും ചോദിക്കുക, നിങ്ങൾ ഈ ഹമാസും ഹിസ്ബുള്ള ഈ തീവ്രവാദം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന നിങ്ങളോട് ചോദിക്കുക. എൻ്റെ ചോദ്യമാണ് സിൻസിയർ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയോട്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തോട് നിങ്ങൾ എന്തിന് ഗെയിം കളിക്കാൻ പോയി? വീണ്ടും ആവർത്തിക്കുവാണ് ഈ സംഭവം. എന്തുകൊണ്ട് പോയി? അതേപോലെ ഇവരെയൊക്കെ പേടിച്ച് നിൽക്കുന്ന പല ആൾക്കാരുണ്ട് കേരളത്തിൽ. ഇപ്പം ഒരിക്കലും ഒരു ടീച്ചർ, ജാമിത ടീച്ചർ എന്നോട് ഫോണിൽ സംസാരിക്കുക. അവർക്ക് ഭയങ്കര പേടിയാന്ന് പറഞ്ഞു. ഞാൻ അവരോട് ഇത് പല ആൾക്കാരോടും പറയുന്നൊരു പോയിൻ്റൊക്കെ പറയാം. നിങ്ങൾ ജീവിതത്തിൽ ഇതിനെ പേടിക്കരുത്. ഇവന്മാർ ഒരു പുല്ലും ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു പുല്ലും ചെയ്യാൻ സാധിക്കത്തില്ല ഇവർക്ക്.